കനത്ത മഴയിൽ ഇടുക്കിയിൽ തൊടുപുഴയാർ നിറഞ്ഞു കവിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ഒരുമിച്ചെത്തിയതാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു. വിശദാംശങ്ങൾ. ഇടുക്കിയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഹൈറേഞ്ച് ലോറേഞ്ച് വ്യത്യാസമില്ലാതെ പെയ്യുന്ന മഴയിൽ ഇടുക്കിയിലെ ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞ ഒരു അവസ്ഥയിലാണ്. നിരവധി തോടുകളും പുഴകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞ തീരങ്ങളിലെല്ലാം വെള്ളം കയറിയ ഒരു സ്ഥിതിയുമുണ്ട്. നിലവിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇടുക്കിയിൽ തുടരുന്നത്. നിലവിൽ പൊന്മുടി, കല്ലാർകുട്ടി, മലങ്കര ഉൾപ്പെടെയുള്ള 4 ഡാമുകൾ നിലവിൽ തുറന്നു വിട്ടിരിക്കുന്നുണ്ട്. ഈ ഡാമുകൾ തുറന്നു വിട്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലും ഇതിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള മണക്കാട് പഞ്ചായത്തിലെ അരിക്കുഴിക്ക് സമീപമാണ്. ഇവിടെ തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി ക്ഷേത്രത്തിന് മുറ്റത്തേക്ക് ഉൾപ്പെടെയുള്ള വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ നമുക്ക് ഈ വെള്ളം കയറിയ സംഭവത്തെക്കുറിച്ച് ഇവിടെ പ്രദേശവാസിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ 2018 ഇതുപോലെ ഇതുപോലെ ഒരു പ്രളയം നമുക്ക് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മളുടെ ഈ അമ്പലത്തിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കയറി അമ്പലത്തിൻ്റെ മുറ്റത്തോട് അടുത്ത് തന്നെ വെള്ളം കയറി ഒരവസ്ഥയായിരുന്നു. ഇത്തവണയും വെള്ളം കയറി ഇനിയും മഴ തുടർന്നാൽ വീണ്ടും അതുപോലെ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്നത്. അന്ന് ക്ഷേത്രം മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ എല്ലാ പ്രദേശത്തും ഒത്തിരി വീടുകൾക്കൊക്കെ അന്ന് ഭീഷണി ഉണ്ടായിരുന്നു ഈ പ്രളയത്തിൻ്റെ. നിലവിലെ ഇടുക്കിയുടെ ലോറേഞ്ചായ തൊടുപുഴയിൽ ഉൾപ്പെടെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. തൊടുപുഴയാറ് നിലവിൽ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. മലങ്കര ജലാശയത്തിൽ നിന്നുള്ള വെള്ളം ഈ തൊടുപുഴയാറിലൂടെയാണ് പ്രധാനമായിട്ടും ഒഴുകുന്നത്. നിലവിൽ തൊടുപുഴ ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ തൊടുപുഴ ടൗണിലെ വിവിധ കെട്ടിടങ്ങൾ, ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളിടങ്ങളിൽ നിലവിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വിനോദസഞ്ചാര മേഖലയിലെല്ലാം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ജില്ലയിൽ തുടരുന്നത്. ക്യാമറാമാൻ റൈസൻ DS-നൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിലും കനത്ത മഴ തുടരുകയാണ്. രതീഷ് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.